അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയ ഒരു വിഷയം, ചർച്ചയായ വിഷയമല്ല, ചർച്ചയാക്കിയതാണ്. മാധ്യമങ്ങൾക്ക് പൊതുവെ ഒരു പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ലാത്ത ഒരു സമയമായതുകൊണ്ടാണ് ഈ ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ചക്കെടുത്തത്. അതൊരു ഉസ്താദ് ആയി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടത് വീട്ടിലുള്ള പ്രസവത്തിനോടനുബന്ധമായിട്ട് മരണപ്പെട്ടു. മറ്റു വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത സമയമായതുകൊണ്ടുമാണ് ഈ വിഷയം ഇപ്പോൾ അന്തിച്ചർച്ചയും അതുപോലെ തന്നെ മറ്റു ചർച്ചകളുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും അടുത്ത ഇരയെ കിട്ടുന്നത് വരെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ഇരിക്കട്ടെ. ഇദ്ദേഹത്തിനെ കുറിച്ച് അഥവാ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആ ഉസ്താദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അഥവാ ഞാൻ ആ ഉസ്താദിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളോ അല്ലാതെ ഫോണിലൂടെയുള്ള ബന്ധമോ അദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടനയുമായിട്ടോ ഒന്നും തന്നെ എനിക്ക് യാതൊരു നിലക്കുള്ള ബന്ധമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനിത് ആദ്യം തന്നെ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഒരാൾ എന്തെങ്കിലും അയാളുടെ അഭിപ്രായം അയാൾ പങ്കുവെക്കുമ്പോൾ ആ അഭിപ്രായം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾക്കോ എതിരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉടനെ തന്നെ പാർട്ടി ബേസിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ തള്ളും എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഉടനെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ആളുകൾ വന്നിട്ട് ഒന്നുകിൽ അദ്ദേഹത്തിനെ കമ്മിയാക്കും, അല്ലെങ്കിൽ കൊങ്ങിയാക്കും, സുഡാപ്പിയാക്കും, സംഖ്യയാക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തും. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ വ്യക്തി ഒരു പക്ഷേ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാനുള്ള കാരണം, ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടോ അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയണം എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അഥവാ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഇദ്ദേഹം ഒരു ചാനൽ നടത്തുന്ന വ്യക്തിയാണ്. ഈ ചാനലിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഉസ്താദ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി, അത് കോഴിക്കോട് മടവൂര് കിഴക്ക് ഭാഗത്ത് മടവൂര് സ്ഥിതി ചെയ്യുന്ന CM വലിയുല്ലാഹി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ആ മഹാനുഭാവൻ്റെ ജീവിതങ്ങളും അദ്ദേഹം ഇപ്പോൾ വഫാത്തായിട്ട് ഏകദേശം 30 വർഷത്തെ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള ഒരുപാട് വലിയ വലിയ കറാമത്തുകൾക്കുടമയായിട്ടുള്ള ഒരു മഹാനായിരുന്നു CM വലിയുള്ള, യാതൊരു തർക്കവുമില്ല. ഞാനും അദ്ദേഹത്തെ വലിയ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും കാണുന്ന വ്യക്തിയാണ്. ഒരുപാട് തവണ ഈ പറയപ്പെട്ട മടവൂരിൽ ഞാൻ പോയിട്ടുണ്ട്, ഇനിയും പോകും ഇൻഷാ അല്ലാഹ്. കാരണം ഒരുപാട് ഫലങ്ങൾ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഫലങ്ങൾ അവിടെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ മഹാനുഭാവനുമായി നേരിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കാരണം 30 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നും മഹാനുഭാവനുമായിട്ട് ആ ബന്ധം ഉള്ള അല്ലെങ്കിൽ അന്ന് ബന്ധമുണ്ടായിരുന്ന ഒരുപാട് ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ ആളുകളെ തേടിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹം അവരുടെ അടുത്ത് പോയിട്ട് ഈ മഹാനുഭാവനുമായിട്ട് നേരിട്ടുണ്ടായ ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോകളാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഇദ്ദേഹം ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ എന്നാലും ഞാൻ കയറ്റി ഇങ്ങനെ പരിശോധിച്ചപ്പോൾ വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്. അതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഒന്നും എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. കാരണം നമുക്കൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ, കാരണം അനുഭവം ഉള്ള വ്യക്തികൾ ആ ഉണ്ടായ അനുഭവങ്ങൾ അവർ തുറന്നു പറയുന്നു. അതാദ്യം തന്നെ ഈ വ്യക്തിയുമായിട്ട് സമ്മതം ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ അത് വിഷ്വൽ ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തും, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുക എന്നൊക്കെ ആദ്യം തന്നെ പെർമിഷൻ എടുത്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്. കാരണം ആ ഒരു സെറ്റപ്പിലാണ് വീഡിയോകളൊക്കെ, ക്യാമറയിൽ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ സമ്മതം വാങ്ങി അവരുടെ വീഡിയോ എടുക്കുന്നു. ഒരു അഭിമുഖ രൂപത്തിലാണ് ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നു, ഉസ്താദ് അത് കേൾക്കുന്നു, അത്രമാത്രം. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് നാട്ടിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിൻ്റെ നാട് തെക്ക് ഭാഗത്ത് ഇവിടെ ഒരു സ്ഥലമാണ്, ആലപ്പുഴ ഇടുക്കി എവിടെയാണ് തോന്നുന്നു. അവിടെ നിന്ന് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ്, നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മലപ്പുറത്ത് ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, പെരിന്തൽമണ്ണ റൂട്ടിലുള്ള ചട്ടിപ്പറമ്പ് ആണ് അദ്ദേഹം താമസം. ഇവിടെ വന്ന് താമസിക്കാനുണ്ടായ കാരണം തന്നെ ഇദ്ദേഹം ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ആദ്യം മറ്റൊരു സംഘടനയിലായിരുന്നു അത്രേ.
ആ സംഘടനയിൽപ്പെട്ട പല വ്യക്തികളും ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അതെന്തിൻ്റെ പേരിലാണ്? ഇദ്ദേഹം ഈ വീഡിയോ നിരന്തരമായിട്ട് ഇദ്ദേഹം ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഒരാൾക്ക് തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച്, അവരുമായി ബന്ധമുള്ള ആളുകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളോട് വല്ലാത്തൊരു സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് പോവുകയും സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുക എന്നുള്ളത് അത് എൻ്റെ വ്യക്തിപരമായ ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ചോയ്സാണ്. അപ്പോൾ അതിലൂടെ പറയുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ കളവുകൾ പറയുന്നു എന്നാണ്. ആരാണ് ഇവിടുത്തെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങളോ? ഈ മാധ്യമങ്ങൾ എന്തെല്ലാം പച്ചക്കളവുകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരാണ് ഇവിടുത്തെ സത്യസന്ധമായിട്ട് ഇവിടെ വാർത്തകളും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നത്? ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണത്രേ അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് അദ്ദേഹം പോരാനുണ്ടായ കാരണം. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ പരിശോധിച്ചു. എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം കളവാണ്, ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ കളവാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് കളവ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. കളവാണ് എന്ന് പറയുന്ന ആളുകൾ തെളിയിക്കണം. അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ആർക്കും എന്തും പറയാമല്ലോ, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആ ചെയ്യുന്ന വീഡിയോകൾ മുഴുവനും കളവാണ് എന്ന് ഒരു തെളിവുമില്ലാതെ ആർക്കും എന്തും വിളിച്ചു പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹം ചെയ്ത വീഡിയോകളിൽ 100-100ഓളം വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ആളുകളടുത്ത് പോയിട്ടുള്ള അഭിമുഖങ്ങൾ. ഈ അഭിമുഖങ്ങളിൽ ഏതാണ് കളവ് എന്നുള്ളത്, കളവാണ് എന്ന് പറയുന്നവർ തെളിയിക്കണം. അത് അവരുടെ ബാധ്യതയാണ്. അല്ലാതെ ഇപ്പോൾ എനിക്കും പറയാം, ആർക്കും പറയാമെന്നത് ആ ചാനലിൽ വരുന്ന വീഡിയോകൾ മുഴുവനും കളവാണ്. അത് നമ്മൾ കാടടക്കി വെടിവെക്കുക എന്നാണ് പറയാം. അദ്ദേഹം വേറൊരു വിഷയം കൂടി ഉണ്ട്. ഈ ഉസ്താദ് ചെയ്യുന്ന വീഡിയോകൾ മിക്കതും ഈ അനുഭവം പറയുന്ന വ്യക്തികൾ അവർ പലപ്പോഴും ഈ അനുഭവം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പലരുടെയും പേര് പറയുന്നുണ്ട്. ഇന്ന ഭാഗത്തുള്ള മുഹമ്മദ് ഹാജി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആളുകളുടെയും പേര് പറയുന്നുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവരുമായി ബന്ധപ്പെട്ട് നോക്കണം. ഇങ്ങനെ ഒരു സംഭവം നിങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അനുഭവം പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന് നിങ്ങൾ ഈ കളവാണെന്ന് പറയുന്ന ആളുകൾ അത് അന്വേഷിക്കണം ആ വ്യക്തിയോട്. അപ്പോൾ അറിയാലോ, പറഞ്ഞത് ശരിയാണ്, അല്ല അങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല, അത് കളവാണ്. ഓക്കെ. ഇത് യാതൊരുവിധ തെളിവുമില്ലാതെ ആ പറയുന്നത് മുഴുവൻ കളവാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കളവാണെങ്കിൽ അദ്ദേഹം ചെയ്ത വീഡിയോകളിൽ ഏത് ഭാഗമാണ് കളവ്? അത് നിങ്ങൾ വ്യക്തമാക്കണം. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ചാനലിന് ബദലായിട്ട്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കാഫില എന്ന് പറയുന്ന ആ ചാനലിനെതിരായിട്ട് കാഫിലയിൽ വരുന്ന കളവുകൾ പിടികൂടാൻ വേണ്ടി നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങണം. എന്നാൽ അദ്ദേഹം ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ആ കളവാണെങ്കിൽ ആ കളവ് നിങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അതിനൊന്നും ആർക്കും സമയമില്ല. ഒറ്റടിക്ക് കാടടക്ക് വെടിവെക്കുക എന്ന് പറയുന്ന പോലെ കളവാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. പറയുന്ന ആളുകളുടെ പേരുകൾ, അനുഭവത്തിൽ വന്ന പല സുഹൃത്തുക്കളുടെയും പേരുകൾ പറയുന്നവർ, അവരിൽപ്പെട്ട പലരും ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ പിന്നെ അത് അവർക്ക് വിളിച്ച് ചോദിച്ചാൽ പോരെ, അല്ലെങ്കിൽ നേരിട്ട് പോയി ചോദിച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളെ കൊണ്ട് ഇദ്ദേഹം ഈ ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ വീഡിയോകൾ ചെയ്യുന്നത് കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണുക, അല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്ന് മാത്രം. അത് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനൊരു പ്രത്യേക കാറ്റഗറി അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കോടതിയും പോലീസും ഒക്കെയുണ്ട്, അവരത് കൈകാര്യം ചെയ്തുകൊള്ളും. അപ്പോൾ സത്യസന്ധമായിട്ട് പൂർണ്ണമായും 100% സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലുകളും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചാനലുകാരുടെ അവസ്ഥ അതാണ്. ഇപ്പോൾ ഈ അടുത്ത് സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചു. ചാനലുകാർ വന്നിട്ട് അദ്ദേഹം എവിടുന്നോ ഇറങ്ങി വരുന്ന സമയത്ത് ചാനലുകാർ മുഴുവനും കമ്പിയും കോലും എടുത്ത് അദ്ദേഹത്തിൻ്റെ നേർക്ക് ചൂണ്ടി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്? മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ ആരോടാണ്? ആ വിഷയത്തിൽ, ഈ മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ ഞാൻ സുരേഷ് ഗോപിയുടെ കൂടെയാണ്. അതിൻ്റെ കാരണം എന്താ? ഇവരാരാ ഈ മാധ്യമങ്ങൾ? ആരെങ്കിലും ഒരാൾ എവിടെന്നെങ്കിലും ഇറങ്ങി വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കമ്പും കോലും ചെന്ന് അതാണോ മാധ്യമധർമ്മം എന്ന് പറയുന്നത്? ഇവിടെ വേറെന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, ഇവിടെ വേറെന്തെല്ലാം വിഷയങ്ങളുണ്ട്. അതിലൊന്നും ഇടപെടാതെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷ്വൽ കിട്ടും, ചാനൽ എങ്ങനെയെങ്കിലും പച്ച പിടിക്കും എന്ന് കരുതിയിട്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുക. ഓരോ മനുഷ്യന്മാർക്കും ഓരോ പ്രകൃതമാണ്. ചിലർ പെട്ടെന്ന് പ്രകോപിതരാകും, ചിലർ എന്ത് തന്നെ പറഞ്ഞാലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആളുകൾ. ഈ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ പൊതുവെ ആർക്കും താല്പര്യമില്ല.
എല്ലാവർക്കും പെട്ടെന്ന് പ്രകോപിതനാകുന്ന സമയത്ത്, കാരണം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ പലതും വിളിച്ചു പറയും. അത് കിട്ടണം എന്ന് കരുതിയിട്ട് ആണ് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സുരേഷ് ഗോപിയെ പിന്നാലെ കൂടുന്നത്. കാരണം അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാകും. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹം തൃശ്ശൂരിലെ MP ആണ്. കേരളത്തിൻ്റെ പുറത്തുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ചോദ്യം ചെയ്താൽ സുരേഷ് ഗോപി എന്നല്ല ഇനി ആരാണെങ്കിലും എന്താ അതിന് മറുപടി പറയാം? വിവരമില്ലാത്ത ആളുകൾ പല സ്ഥലങ്ങളിലും പല അക്രമങ്ങളും ചെയ്യും. അതിനൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ എന്താ അതിന് മറുപടി പറയുക? അപ്പോൾ സുരേഷ് ഗോപി ചോദിച്ചൊരു ചോദ്യമുണ്ട്, MP നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചത് ശരിയാണ്. എല്ലാറ്റിനും മറുപടി പറയുക എന്നുള്ളത് MP ആണെങ്കിലും അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്, തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ കാര്യങ്ങളും നോക്കണം, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന കാര്യങ്ങളും നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ മാധ്യമങ്ങളുമായിട്ട് ഇടപഴകുന്ന വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. കാരണം നമ്മൾ കുറച്ചൊക്കെ ആളുകൾക്ക് നമ്മൾ പ്രൈവസി കൊടുക്കണം. ഒരാളുടെ സ്വഭാവം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിനെ കൂടുതൽ പ്രകോപിതനാക്കേണ്ട ഒരു പ്രകോപിതനാക്കുന്ന ഒരു സ്വഭാവം മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട ഇതുപോലെയുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട് സംഘടനാപരമായിട്ട്. ഇദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് പോരാനുള്ള കാരണം അത് അന്വേഷിക്കണം, അതിനുള്ള കാരണക്കാരാരാണെന്ന് കണ്ടെത്തണം. ഒരാളെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉള്ള കുറ്റം മുഴുവനും അയാളുടെ മേൽ ചാർത്തരുത്, മറിച്ച് അദ്ദേഹത്തിനും പല കാര്യങ്ങളും പല പ്രയാസങ്ങളും പറയാനുണ്ടാകും. ഒരാൾ സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്ക് താമസം മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങൾ തെറ്റാണോ, ഒരു ഇന്ത്യൻ ഒരു പൗരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ചെയ്തത് തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം നാടുവിടാനുള്ള സാഹചര്യം നമ്മൾ അന്വേഷിക്കണം. ആരാണ് ഇതിന് കാരണക്കാരൻ? അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള കാരണക്കാർ ആരാണെന്ന് കണ്ടെത്തണം. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവരവർ ഏർപ്പെടുന്നു. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾ ഒരിക്കലും നിയമവിരുദ്ധമോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമോ ഒന്നുമല്ല. അത്തരം വീഡിയോകളൊന്നല്ല അദ്ദേഹം ചെയ്യുന്നത്. അത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ കാണട്ടെ, അല്ലാത്തവർ അത് കാണണ്ട. അതിനെ അദ്ദേഹത്തിന് ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യമില്ല.